PV അൻവറിന്റെ കാര്യത്തിലോ? ഞാൻ പറഞ്ഞല്ലോ, PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അത് UDFിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. നാളെ എന്ത് എന്നുള്ളത് ഇപ്പോൾ പറയാനും കഴിയില്ല. അല്ല, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ പ്രകടമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഡിസ്കഷനൊന്നും എവിടെയും ആരംഭിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷേ അൻവറും സ്ഥാനാർത്ഥികൾ പലയിടത്തും പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. വരട്ടെ. അപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ആർക്കും അധികാരമുണ്ടല്ലോ. പാർട്ടികളുള്ളവർക്കുണ്ട്, പാർട്ടി ഇല്ലാത്ത ഇൻഡിവിജ്വലിന് നോമിനേഷൻ കൊടുക്കുക, അതും തമ്മിൽ ബന്ധമല്ല. UDFുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ കൊട്ടിഘോഷിച്ച് പറയുന്നത് അതിദരിദ്രരില്ലാത്ത കേരളം എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിലും മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴും 2021 മുതൽ ഇതുവരെ 1000 കോടി രൂപ അതിദരിദ്രരില്ലാത്ത കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 1000 കോടി രൂപ എവിടെ നിന്നാണ് ഗവൺമെൻറ് ചെലവഴിച്ചത്? ബഡ്ജറ്റ് പ്രോഷൻ ഉണ്ടായിരുന്നു. പ്രമേയത്തിൽ പറയുന്ന 50 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, 60 കോടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ പ്രമേയത്തിൽ പറയുന്നു 1000 കോടി ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. 1000 കോടി രൂപ എവിടെയാണ് ചെലവഴിച്ചത്? മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു 1000 കോടി ചെലവഴിച്ചു. ആരാണ് 1000 കോടി ചെലവഴിച്ചത്? സംസ്ഥാന ധനകാര്യ വകുപ്പാണോ? ബഡ്ജറ്ററി സപ്പോർട്ട് ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഈ പണം ചെലവഴിച്ചത്? ആർക്കാണ് ഈ 1000 കോടി രൂപ കൊടുത്തത്? യഥാർത്ഥത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് അനുവദിക്കുന്ന പ്ലാൻ ഫണ്ട്, ആ പഞ്ചായത്തുകളിൽ ലഭിക്കുന്ന ഓൺ ഫണ്ട്, ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇത് ചെലവഴിക്കാനുള്ള ഉത്തരവുകൾ മാത്രമാണ്. കടലാസും ഒപ്പിടാനുള്ള പേനയുടെ മഷിക്കും അപ്പുറത്ത് ഒരു പണവും ഇതിനു വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചിട്ടില്ല. ഓണത്തിന് കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ഉത്തരവുണ്ട്. ആ ഓണത്തിന് കൊടുക്കേണ്ട കിറ്റ് പോലും സ്വന്തം പൈസ കണ്ടെത്തണം, ഓൺ ഫണ്ടിൽ നിന്ന് എടുക്കണം എന്നാണ് നിർദ്ദേശം. വീട് വയ്ക്കുന്ന കാര്യത്തിൽ മെയിൻ്റനൻസ് ഫണ്ട് വിനിയോഗിക്കണം. അതുപോലെ ആശുപത്രികളുടെ കാര്യത്തിൽ ഓൺ ഫണ്ട് വിനിയോഗിക്കണം. കൂടുതൽ ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുന്ന PHCയിൽ പോയി കഴിഞ്ഞാൽ, പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെയുള്ള മരുന്ന് കിട്ടും. ഈ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഡീഷണലായിട്ട് മരുന്ന് കൊടുക്കണം. ആരാ പണം കൊടുക്കുന്നത്? ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണോ? അതും കൊടുക്കേണ്ടത് പഞ്ചായത്താണ്. മൊത്തം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിനെ കൊണ്ട് അതിദരിദ്രരില്ലാത്ത കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത്. അഡീഷണൽ ആയിട്ട് ഒരു പണം കൊടുത്തില്ല.